welcome back to another day in my life. Day in my life എന്ന് പറഞ്ഞതിനേക്കാളും ഭേദം an evening in my life എന്ന് പറഞ്ഞായിരിക്കും. കാരണം സമയം ഇപ്പോൾ ഏകദേശം 4 മണി കഴിഞ്ഞു. ആൻഡ് രാവിലെ ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ രാവിലത്തെ വീഡിയോ ഒക്കെ സ്കിപ്പ് ചെയ്തത്. ഇന്ന് എനിക്കൊരു ഓഫ് ഡേ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ എഴുന്നേറ്റത് വളരെ വൈകിയാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചൊക്കെ ഒന്നിച്ച് കഴിച്ച് ഞാൻ പയ്യെ ടി വിയിൽ നെറ്റ്ഫ്ലിക്സ് ഒക്കെ കണ്ടിങ്ങനെ ടൈം കളഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ ഇപ്പോൾ എനിക്ക് പുറത്തേക്ക് പോകേണ്ട ഒരു ആവശ്യമുണ്ട്. ആൻഡ് വേറെ കുറച്ച് പ്ലാൻസ് കൂടെ ഉണ്ട് കൂടെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ശരി എന്നാൽ ഷൂട്ട് ചെയ്യാം. ജസ്റ്റ് ഒരു ഡേ ഇൻ മൈ ലൈഫ് അല്ലെങ്കിൽ ഒരു ഈവനിങ് ഇൻ മൈ ലൈഫ് എന്നാക്കാമെന്ന്. അപ്പോൾ ഞാൻ വെതർ നോക്കിയപ്പം -40 വരെയാണ് കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിനൊക്കെ പ്രിപ്പയർ ആയിട്ട് റെഡി ആയിട്ട് വേണം പുറത്തേക്ക് ഇറങ്ങാനായിട്ട്. ലെറ്റ്സ് ഗോ. സമയം ഇത്ര വൈകിയോണ്ട് ഏകദേശം ഇരുട്ടൊക്കെ ആയി തുടങ്ങിയിട്ടോ. റൂമിൽ വിൻഡോ ഒക്കെ കണ്ടോ, ഐസ് മരവിച്ചിരിക്കുകയാണ്. പിന്നെ ഞാൻ എന്താ ജസ്റ്റ് ഒരു സ്വെറ്റ് ഷർട്ട് എടുത്തിട്ടു. ഞാൻ സത്യത്തിൽ ഏറ്റവും കൂടുതൽ ഇടുന്നത് ഈവൻ സമ്മറിലാണെന്നുണ്ടെങ്കിലും വിൻ്ററിലാണെന്നുണ്ടെങ്കിലും ഞാൻ ഏറ്റവും കൂടുതൽ ഇടുന്നത് ഇതുമാതിരി സ്വെറ്റ് ഷർട്ട്സാണ്. ഇതുമാതിരി ഒരു 4-5 കളേഴ്സ് എനിക്കുണ്ട്. എൻ്റെ ഓൾമോസ്റ്റ് മിക്ക വീഡിയോയിലും എനിക്ക് തോന്നുന്നു കഴിഞ്ഞ എൻ്റെ ഫസ്റ്റ് യൂട്യൂബ് വീഡിയോ തൊട്ടിട്ട് ഞാൻ ഇട്ടേക്കുന്നത് എല്ലാം ഇതുമാതിരത്തെ ഏതെങ്കിലും സ്വെറ്റ് ഷർട്ട്സ്, ഇത് ഗ്രീൻ അല്ലെങ്കിൽ ബ്ലൂ അല്ലെങ്കിൽ റെഡ് അല്ലെങ്കിൽ ക്രീം അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ ഏതെല്ലാം കളറായിരിക്കും. സമയം 4 മണി കഴിഞ്ഞേ ഉള്ളൂ. അപ്പോഴത്തേക്കും എന്താ സൂര്യനെ അസ്തമിച്ചു ഇരുട്ടായി തുടങ്ങി. ഇവിടെ മുഴുവൻ മഞ്ഞ് മൂടി കിടക്കുവാണ്. അപ്പോൾ എനിക്കൊന്ന് ലൂണി ടൂണിലൊന്ന് പോകണം. അത് ഈ ഡോറാമയൊക്കെ പോലുള്ളൊരു സാധനമാണ്. എനിക്ക് ജോലി സ്ഥലത്തേക്കും പിന്നെ ഇവിടേക്കും ആയിട്ട് എനിക്ക് ക്രിസ്മസ് ഡെക്കറേഷൻസ്, ഇത് ക്രിസ്മസ് പാർട്ടിക്ക് സാധനങ്ങളൊക്കെ കുറച്ച് വാങ്ങാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിനൊരു ഷോപ്പിങ്ങിന് പോകണം. അത് കഴിഞ്ഞിട്ട് എനിക്ക് ബെസ്റ്റ് ബൈയിലൊന്ന് പോകണം. ജസ്റ്റ് ഒരു ക്യാമറയൊക്കെ നോക്കാനായിട്ട്, ഒരു പുതിയ ക്യാമറ എടുക്കാനായിട്ട് തീരുമാനിച്ചു. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് നോക്കാനായിട്ട് പോകണം. അപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ജാക്കറ്റും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ എടുത്തിടാം. ആൻഡ് വേറൊരു കാര്യം ഉണ്ടെന്ന്, ഇന്ന് എനിക്ക് ഡാൻസ് പ്രാക്ടീസ് ഉണ്ട് ചേച്ചിമാരുടെ അടുത്ത്. അപ്പോൾ അതിനും കൂടെ പോകണം. ഇത് കഴിഞ്ഞിട്ട് എനിക്ക് കഴിഞ്ഞ ഒരു 1-2 ദിവസമായിട്ട് ചെറിയൊരു തൊണ്ടവേദന ഉള്ളത് പോലൊരു ഫീലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വെള്ളം ചൂടാക്കാനായിട്ട് വെച്ചേക്കുവാണ്. എന്നിട്ട് ഞാൻ കുപ്പിയിൽ വെള്ളം കൊണ്ട്, ഞാൻ എവിടെ പോയാലും ഞാൻ വെള്ളം കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ പ്രാവശ്യം അതുകൊണ്ട് ചൂടുവെള്ളമാണ് എടുക്കുന്നത്. എനിക്ക് എൻ്റെ കയ്യിൽ വന്ന സമയത്ത് മേടിച്ച ജാക്കറ്റാണത്. ഇതാണ് എൻ്റെ ഉള്ളിൽ ഏറ്റവും വലിയതും കട്ടിപൊടിയതുമായ ജാക്കറ്റ്. ഈ ബാഗ് ഇങ്ങനെ അകത്ത് വരുമ്പോൾ എനിക്കൊരു ഇത് ഭയങ്കര വലിയ വിൻ്ററൊക്കെ വരുമ്പോഴാണ് ഞാൻ യൂഷ്വലി ഇത് ഇടാറ്. ദിവസമായിട്ട് ഈ സീസണിൽ ഫുള്ള് എനിക്ക് ഈ ജാക്കറ്റാണ് ഇടേണ്ടി വന്നിട്ടുള്ളത്. കാരണം എപ്പോഴും തണുപ്പായിരുന്നു. ഇപ്പോൾ വൈകിയാണ് വിൻ്റർ പ്രാവശ്യം തുടങ്ങിയെന്നുണ്ടെങ്കിൽ വിൻ്റർ തുടങ്ങിയ സമയം തൊട്ടിട്ട് ഭയങ്കര തണുപ്പായിരുന്നു. ഇതിപ്പോൾ നമ്മുടെ ഫീൽസ് ലൈക്ക് -35 to 40 ആണ് ഇന്ന് രാവിലെ ഞാൻ നോക്കിയപ്പോൾ കണ്ടത്. ഇതുകൂടെ ഇട്ടിട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും സെറ്റ് ആയിരിക്കും. ഇതിലാണ് കേട്ടോ ഞാൻ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചത്. വെള്ളം ഏകദേശം തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കതെടുക്കാം. ലെറ്റ്സ് ഗോ. ഞാൻ തന്നെയല്ല, രാഹുലും നമ്മളും വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വന്നിട്ടുണ്ട്. അയ്യോ എൻ്റെ പൊന്നെ. ഞാൻ കറക്റ്റ് സമയത്ത് വീഡിയോ ഓൺ ആക്കി വെച്ചത് കൊണ്ട് നമുക്ക് കാണാൻ പറ്റിയ ഈ മാൻ കുഞ്ഞുങ്ങൾ അവിടെ മല പോലെ സ്നോ ഇട്ടേക്കുന്നുണ്ടോ. അതാണ്. ഇതുപോലെ ഒരുമാതിരി എല്ലാ സ്ഥലത്തും ഉണ്ട് ഓരോ കുന്നുകള്. ഫുള്ളിപ്പോൾ റോഡിൽ ചെളിയും മഞ്ഞും കൂടെ കൂടിയിട്ടൊരു അവസ്ഥയാണ് നിലവിൽ. പക്ഷേ ഞാൻ വീഡിയോയിൽ ആഡ് ചെയ്യുന്നുണ്ട്. അതാണ് നമ്മുടെ സൂപ്പർ സ്റ്റോറ്. പക്ഷേ നമ്മൾ പോകുന്നത് ലൂണി ടൂണിലേക്കാണ്. സൂപ്പർ സ്റ്റോറിൻ്റെ അടുത്താണ്. അതാണ് നമ്മൾ പോകുന്നത് ലൂണി ടൂണിൽ. ഹായ്. അവിടെയല്ല, ഗ്രീറ്റിംഗ് കാർഡ്സ് അല്ല, സീസണലാണ്. അതുകൊണ്ട് ക്രിസ്മസ് സാധനങ്ങൾ ഇത് ഇവിടെയാണ് നമ്മൾ നോക്കുന്നത്. തോന്നിയതൊക്കെ എടുക്കാൻ പറ്റത്തില്ലല്ലോ. നമ്മൾ നോക്കുന്നു. ഇവിടെ ഇപ്പൊ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്ന സാധനങ്ങളൊന്നും തന്നെ ഇവിടെ ഇല്ല. ഇതൊക്കെ എന്താ ഗിഫ്റ്റൊക്കെ റാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ്. ഇതിലേക്ക് ബേബി ഷവർ അല്ലെങ്കിൽ കുഞ്ഞു പിള്ളേരുടെ ബർത്ത്ഡേക്കൊക്കെ പറ്റിയ സാധനങ്ങളൊന്നും നല്ല ക്യൂട്ടായിട്ടുണ്ടല്ലോ. വേണ്ട, ഇതൊരു ബീച്ച് വൈബാണ് ഫുള്ള്. അത് പ്രത്യേകം നോക്കി സാധനങ്ങളുണ്ട്. ബലൂൺസ് നമുക്ക് ആവശ്യമുള്ളതാണ്. അത് നമ്മൾ പക്ഷെ ഇപ്പം എടുക്കുന്നില്ല. അപ്പം ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്ന സാധനമൊന്നും എനിക്കിന്നിവിടെ കിട്ടിയിട്ടില്ല. ഞാൻ ആപ്ലിക്കേറ്റ് അടുത്തൊന്ന് ചോദിച്ചു നോക്കാം പോവാണ്. So you could use that. Yeah.
And all it was black and gold. Thanks for the help. Not a problem. ഞങ്ങൾ വീണ്ടും പുറത്തേക്ക് ഇറങ്ങി. ഇവിടെ ബെസ്റ്റ് ബൈ ഇവിടെ നിന്ന് കറക്റ്റ് തൊട്ടപ്പുറത്ത് കിടന്നാണ് ബെസ്റ്റ് ബൈ. പക്ഷെ അത് തൊട്ടിപ്പുറത്ത് വാൾമാർട്ടും ഉണ്ട്. അപ്പോൾ ഇവർക്ക് വാൾമാർട്ടിൽ നിന്ന് എന്തോ വാങ്ങാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ വാൾമാർട്ടിലും കൂടെ കയറിയിട്ട് ബെസ്റ്റ് ബൈയിലേക്ക് പോവാണ്. ഇതാണ് വാൾമാർട്ട്. ഇത് അവർ രണ്ടിനും നടന്നു പോകുന്നു. ഇതോ അവിടെയാണ് ബെസ്റ്റ് ബൈ. മീൻസ് തണുത്തിട്ട് മൂക്കിൽ നിന്നൊക്കെ വെള്ളം വരുന്നുണ്ട്. പക്ഷെ അത് പുറത്തെത്തുന്നതിന് മുന്നേ ഫ്രീസായി പോവുക. മുഖം ഇങ്ങനെ ചുണ്ടിൻ്റെ ഭാഗത്തേക്ക് ഇങ്ങനെ അനക്കുമ്പം മൂക്കിനകത്ത് വെള്ളം ഫ്രീസായിട്ടിരിക്കുന്ന എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട്. അവർക്ക് വാങ്ങാനുള്ള സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് അവരകത്തേക്ക് പോയി. അപ്പം ഞാൻ മെയിൻ ടൈം ഒരു ചായ അല്ലെങ്കിൽ കാപ്പി കുടിക്കാമെന്ന് വിചാരിച്ച് വന്നേക്കാണ്. നമ്മൾ ഇവിടെ നിന്നുമാണ് ഓർഡർ ചെയ്യുന്നത്. നമുക്ക് ജസ്റ്റ് കോഫി മാത്രം മതി. ഞാനൊക്കെ അതാണ് വാങ്ങാറ്. നമുക്ക് സ്മോൾ തന്നെ മതി. നമുക്ക് 2 ക്രീം ആൻഡ് 2 ഷുഗർ തലക്കണം. ഒരു ചെറിയ ഡബിൾ കഴിക്കാം. ഇവിടെ തന്നെ പേ ചെയ്യാം. അപ്പം ഞാൻ പേ ചെയ്യട്ടെ. അവർ ആക്ച്വലി പേ ചെയ്തിട്ട് വരാൻ പോവാണ്. എന്നിട്ടും എനിക്ക് കോഫി കിട്ടിയിട്ടില്ല. കണ്ട സമയം 5:30 കഴിഞ്ഞിട്ടേ ഉള്ളൂ. പക്ഷെ രാത്രിയായി. ഞാൻ ബെസ്റ്റ് ബൈയിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. കാപ്പി മേടിച്ചത് ഒന്നിനും കൊള്ളില്ലാത്ത കാപ്പിയായിപ്പോയി. അത് ഭയങ്കര കയ്പും. ഇതുവരെ ഇത്രയും വൃത്തിയിട്ടൊരു കോഫി ഞാൻ കുടിച്ചിട്ടില്ല. എനിവേയ്സ് നമ്മൾ ബെസ്റ്റ് ബൈയിൽ വന്നേക്കണം ക്യാമറ നോക്കാൻ. നമ്മൾക്ക് വേണ്ടത് ഇവിടെ ഹാൻഡിയാണ്. സോണിയുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കാണാൻ പറ്റത്തില്ലായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത്. എനിക്കിത് തന്നെ എടുക്കാനുള്ള താല്പര്യം. അപ്പോഴത്തേക്ക് കുറച്ചുകൂടെ ഓഫേഴ്സ് ഓൺലൈനിൽ ഉണ്ടാവും എന്നാണ് ഇവർ പറയുന്നത്. ഓൺലൈനിൽ എന്തെങ്കിലും ഓഫേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഓൺലൈൻ വാങ്ങാം. രാഹുൽ എവിടെ? നമുക്ക് ട്രെയിൻ കിട്ടി ഓൺ ദ വേ. ഇതാ ഇനി ആ ട്രെയിൻ മുഴുവൻ പോയി കഴിഞ്ഞിട്ട് വേണം നമുക്ക് പോവാൻ. അത് അനങ്ങുന്ന പോലുമില്ല. നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാളും വൈകിട്ടുണ്ട്. ട്രെയിൻ വന്നതുകൊണ്ട് നമ്മൾ എത്തിയപ്പോൾ ഒരു 10-11 മിനിറ്റ് ലേറ്റ് ആയി. സ്പൈഡർമാൻ എന്ത് ചെയ്യാ? സെൻസർ ഇട്ടാ ഞാൻ ഇവിടെ കാണാൻ പറ്റൂല. ദക്ഷ ബേബി ഉണ്ടാക്കിയതാണോ? സ്കൂളിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് വന്നു. എന്റെ പൊന്നോ, ഇതൊക്കെ ആര് വരച്ചാ? ഇതെല്ലാം ദക്ഷ ബേബി വരച്ചാണോ? അടിപൊളിയാലോ. ദക്ഷ ബേബി ഭയങ്കര സ്പൈഡർമാൻ ഫാനാ. നമ്മളിത് ഇതിന് മുന്നേ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇത് സ്പൈഡർമാൻ കളക്ഷനാണ് ദക്ഷ ബേബിയുടെ. ക്രിസ്മസിന് പോലും നമ്മൾ സ്പൈഡർമാനെ വിടില്ല. അല്ലേ ദക്ഷ ബേബി? അടിപൊളിയാലോ. ദക്ഷ ബേബിയും ദക്ഷ ബേബിയുടെ ചെറിയൊരു ആർട്ട് ഗാലറി അല്ലേ? സ്മൈൽ പോസ് ചെയ്തിരിക്കണോ? നമുക്ക് അപ്പുറത്തേക്ക് പോവാം. ഞാൻ എന്ത് ചെയ്ത് കുക്ക് ചെയ്യുന്നതിന്റെ സ്മെല്ല് അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് റൂമിൽ കൊണ്ടുവന്ന് എൻ്റെ ജാക്കറ്റ് ഇട്ടിട്ട് വന്നു. ഇനി നമുക്ക് ഡോറൊക്കെ അടച്ചത് കണ്ടോ? ദക്ഷ ബേബി എഴുതി വെച്ചിരിക്കുന്ന കണ്ടോ? ദക്ഷന്ന് നീത ചേച്ചി വന്നിട്ടുണ്ട്. ഹായ്. കണ്ട ഇവിടെ ആൾക്കാരൊക്കെ ഉണ്ട്. ഇത് സെൻസർ ആണെന്ന് തോന്നുന്നു. മക്കളെ ഞാൻ വന്നു. ഇത് ബേബി പണിയെടുക്കാണ്. താഴെ പോയി നോക്കണ്ടായിരുന്നേ. കിട്ടിപ്പോയി. നോക്കട്ടെ എവിടെ? എന്നിട്ട് അനങ്ങളുള്ളല്ലോ. ഹലോ, ഒരാളുള്ളൂ. ഇതിന് മാത്രം ഇച്ചിരി ഇളക്കി കൂടുതൽ. ബാക്കി സാന്റാക്ലോസും അപ്പുറത്തുള്ള പെൻഗ്വിനും അവിടെ ചുമ്മാ നിന്ന് വട്ടം കറങ്ങുന്നേ ഉള്ളൂ. പക്ഷെ ഇവ മാത്രം ഡാൻസ് കളിക്കുന്നുള്ളൂ. സ്നേഹം. തിന്നാനുണ്ടോ? ചോറും പൊട്ടറ്റോ മെഴുകുവരട്ടിയുണ്ട്.
ഇതുവരെ വന്നിരിക്കുന്നേ ഫർഹാന ചേച്ചി. ഹായ്. എവിടെ? ബൈ 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 ബൈ. ലോക്ക് ചെയ്യട്ടെ. ഓ, ലോക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, പക്ഷെ എന്നാലും ഞാൻ ലോക്ക് ചെയ്യാം. ഇത്രയും നേരം നന്നായിട്ട് വർക്കൗട്ട് ചെയ്തതുകൊണ്ട് നല്ല ആ വേർത്ത് കുളിച്ച് നിൽക്കുന്ന ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് ഇപ്പോൾ തണുപ്പ് വന്നപ്പോൾ നല്ല സുഖമുണ്ട്. അപ്പോൾ ഞാൻ വീട്ടിൽ പോകുന്നു. ഞാൻ അകത്ത് കയറി മഞ്ഞൊക്കെ ഇവിടെ ക്ലീനാക്കി ഇട്ടിട്ടുണ്ട്. ആരൊക്കെയാവും. അപ്പോൾ നമുക്ക് പോവാം. ഞാൻ തിരിച്ച് വീട്ടിലേക്ക് കയറി വരുന്ന വഴി എൻ്റെ പാക്കേജ് ഫൈനലി വന്നു. ഞാൻ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡെലിവറി ആയിരുന്നു. ഇത് മറ്റേ കാനഡ പോസ്റ്റ് സ്ട്രൈക്ക് ആയതുകൊണ്ട് സാധനങ്ങൾ വരാനായിട്ട് ഞാൻ വിചാരിച്ചതിലധികം സമയമെടുത്തു. അപ്പോൾ വന്നിരിക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പം ഞാനിങ്ങനെ ഒരു കവർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതും ഞാൻ കണ്ട എൻ്റെ നേരത്തെ സാധനം ഇങ്ങനെയായിരുന്നു. സൈഡിൽ ഇങ്ങനെ കർവ് വന്നിട്ട് കുരിശൊക്കെ വന്നിട്ട് ഒരു ഫോൺ കവറൂടെ ഞാൻ ഓർഡർ ചെയ്തായിരുന്നു. നല്ല ക്യൂട്ടായിട്ടില്ലേ? നല്ല സിമ്പിളായിട്ട് കുഞ്ഞു കുഞ്ഞു പൂക്കളുടെ ഇത് കണ്ടോ, ചെറിയ ചെറിയ ക്ലിപ്പുകൾ അങ്ങനെ കുറേ എണ്ണം വാങ്ങിയിട്ടുണ്ട്. പല പല കളറുകളിതാ. ക്രിസ്മസിന് ഇടാൻ വേണ്ടിയിട്ട് ചെറിയ കമ്മൽ, കുഞ്ഞു കമ്മൽ ഇത് കണ്ടോ. പിന്നെ ചെറിയ സ്റ്റാറും ഉണ്ട്. ഇപ്പം എങ്ങനെയുണ്ട്? ഇത് 2 എണ്ണം ഉണ്ട് കേട്ടോ. എനിക്കിങ്ങനെ തലയിൽ ഇങ്ങനെ അപ്പുറത്തുപ്പുറത്ത് ഇങ്ങനെ കൊമ്പ് പോലെ വെച്ചിട്ട് പോകാനാണ്. ഇന്ന് ഞാൻ വ്ളോഗ് തുടങ്ങിയപ്പോൾ പറഞ്ഞേ ഉള്ളൂ ഞാൻ ഇതുപോലെ ഒരു 100 സ്വെറ്റ് ഷർട്ട്സ് വാങ്ങിയിട്ട് ഞാൻ ഇത് തന്നെയാണ് സ്ഥിരമായിട്ട് നടക്കണമെന്ന്. അതിൻ്റെ അഡീഷനായിട്ട് വേറൊരു ഗ്രീൻ, ഈ ഗ്രീൻ എനിക്കില്ലായിരുന്നു, കുറേ കൂടെ ഡാർക്ക് ഗ്രീൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. ക്രിസ്മസ് ആണ് കേട്ടോ. അഗൈൻ ക്രിസ്മസിൻ്റെ ഒരു സ്വെറ്റ് ഷർട്ട് മേടിച്ചിട്ടുണ്ട്. ചെറിയൊരു ബോ. അപ്പം ഞാൻ ഇനി ഈ സാധനങ്ങളൊക്കെ അടക്കി പറക്കി എവിടെയാണെന്ന് വെച്ചാൽ എടുത്ത് വെക്കട്ടെ. എന്നിട്ട് ഞാൻ ഫുഡ് കഴിക്കാൻ പോവാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ കുളിക്കാമെന്ന് വിചാരിച്ചു. എല്ലാവരും എങ്ങനെയാണ് ചെയ്യുന്നത് എനിക്കറിയില്ല. എൻ്റെ അടുത്ത് എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും പറഞ്ഞിട്ടുണ്ട് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് കുളിക്കുന്നത് കൊള്ളില്ല എന്ന്. പക്ഷേ എന്തോ എനിക്ക് ഭയങ്കര ക്ഷീണിച്ച് വന്നു കഴിയുമ്പോൾ എനിക്ക് ആദ്യം ഫുഡ് കഴിക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ നിലവിൽ ഫുഡ് കഴിക്കാൻ പോവാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ ഉറങ്ങുന്നതിന് തൊട്ട് മുന്നെയാണ് ഞാൻ കുളിക്കുന്നത്. കാരണം എനിക്കങ്ങനെ ഫ്രഷായിട്ട് വന്ന് കിടക്കാനാണ് ഇഷ്ടം. എന്നാലും എനിക്ക് നന്നായിട്ട് ഉറങ്ങാൻ പറ്റുള്ളൂ. അപ്പം അതുകൊണ്ട് ഞാൻ നേരെ ഫുഡ് കഴിക്കാൻ പോവാണ്. തലേദിവസം ഉണ്ടാക്കി ചോറും കറിയൊക്കെ ഫ്രിഡ്ജിലിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്നും അത് തന്നെയാണ് ഡിന്നർ. തക്കാളി കറിയും ചെറുപയർ തോരനും പിന്നെ ചോറുമായിരുന്നു. ഞാനതെല്ലാം ചൂടാക്കാനായിട്ട് മൈക്രോവേവിലേക്ക് എടുത്തു വെച്ചു. ഇതാണ് കേട്ടോ ഞാൻ ഇന്നെടുത്തിട്ട് എൻ്റെ പുതിയ ഫോൺ കേസ്. അപ്പോൾ ഇനി ഫുഡ് കഴിക്കണം, കുളിക്കണം, കിടന്നുറങ്ങണം. ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. വേറൊരു വീഡിയോയിൽ കാണാം. ബൈ.